കുന്നോളം മദ്രാസ ചുമതലയിൽ കുന്നോളത്തെ പിതാക്കന്മാരായിരുന്ന പരിശുദ്ധ പുൽക്കൊടി തിരുമേനിമാരുടെയും ഓരോ ദിനമനുസരിച്ച് സ്മരണാർത്ഥം കൊണ്ടപ്പടിയിൽ CDM ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ അഭയഭവൻ എന്ന നാമധേയത്തിന്റെ വയോജന കേന്ദ്രം പ്രവർത്തിച്ചു വരികയാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, ജാതി മത വേർതിരിവില്ലാതെ, ആരോഗ്യമില്ലാത്ത ആലംബങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണവും താമസവും പരിചരണവും നൽകി ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മോടുകൂടെ 10-15ഓളം അന്തേവാസികൾ പരിചരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിഞ്ഞു വരുന്നതെല്ലാം ഓർക്കുമ്പോൾ നിങ്ങൾ നൽകിയിരിക്കുന്ന എല്ലാ പിന്തുണകളെയും പ്രോത്സാഹനങ്ങളെയും സന്ദർശനങ്ങളെയും പ്രാർത്ഥനകളെയും നന്ദിയോടുകൂടി ഈ കുടുംബം ഓർക്കുകയാണ്. നമ്മുടെ പ്രധാന പരിഗണന ആരോഗ്യമില്ലാതെ കഴിയുന്നവർ, മക്കളില്ലാത്ത ദമ്പതികൾ, അവിവാഹിതരായിരിക്കുന്നവർ തുടങ്ങിയവർക്ക് കുറെ കൂടെ വാർദ്ധക്യകാല പരിചരണം നൽകുവാനൊക്കെ വേണം ഈ സ്ഥാപനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ്. ഇതിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങളിൽ ഇത്രമേൽ മനോഹരമാക്കുവാൻ പ്രയത്നിച്ച, സഹായിച്ച, പിന്തുണച്ച ഒട്ടേറെ ശ്രേഷ്ഠ വ്യക്തികളുണ്ട്, ദേവാലയങ്ങളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. ചെറുതും വലുതുമായി സഹായിച്ചവർ, പ്രാർത്ഥിച്ചവർ, പിന്തുണ നൽകിയവർ ഏവരെയും നന്ദിയോടുകൂടി ഈ കുടുംബം ഓർക്കുകയാണ്. കൂടുതൽ മുമ്പിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ ഏവരുടെയും പ്രോത്സാഹനങ്ങളും സന്ദർശനങ്ങളും പ്രാർത്ഥനകളും കൂടുതൽ ഈ ഭവനത്തെ ബലപ്പെടുത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് നമ്മുടെ കൈവശമുള്ളത്. കുറെ കൂടെ അപേക്ഷകളെല്ലാം കടന്നു വരുമ്പോൾ അവർക്കെല്ലാം തന്നെ വാർദ്ധക്യകാലങ്ങളിൽ ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരിടമായി ഇത് മാറുക എന്നുള്ളതും അവർക്കെല്ലാം തന്നെ കുറെ കൂടെ മെച്ചപ്പെട്ട സേവനം നൽകുമെന്നൊക്കെ നാം കുറെ കൂടെ വരേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് ഒരു പുതിയ പദ്ധതി ചേർത്ത് പിടിച്ചുകൊണ്ട് ഫ്രണ്ട്സ് ഓഫ് അഭയഭവൻ നാമധേയത്തിൽ അഭയഭവൻ സഹയാത്ര എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി ആരംഭിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണകളെയും പ്രോത്സാഹനങ്ങളെയും പ്രാർത്ഥനകളെയും നന്ദിയോടുകൂടി ഓർക്കുകയും മുൻപിലേക്കുള്ള യാത്രയിൽ നിങ്ങളെല്ലാം കൂടുതലായിട്ട് ഈ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കുമെന്നുള്ള വലിയ ബലമാണ് ഞങ്ങളുടെ പ്രത്യാശ എന്നുള്ളത്. അപ്രകാരം നമ്മുടെ വരുമാനത്തിന്റെ ഒരു ചെറിയൊരു ദശാംശം മാസം തോറും ഒരു വർഷത്തേക്ക് ഇപ്രകാരം നൽകുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇപ്രകാരമുള്ള ആരോഗ്യമില്ലാതെ ഇടനഷ്ടപ്പെട്ടവർക്കെല്ലാം ഒരു വാർദ്ധക്യകാല പരിചരണം നൽകുവാനൊക്കെ വേണം കഴിവുള്ളതാണെന്ന് കൂടി ഓർക്കുകയും അതിലൂടെ നമുക്കെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ക്രിസ്തു ദർശനത്തെ കുറെ കൂടെ ആത്മാർത്ഥമായി കണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാനൊക്കെ വേണം അഭയഭവൻ സഹയാത്ര എന്ന് പറയുന്ന ഈ പദ്ധതി ഏവർക്കും ഇടയാകട്ടെ എന്നും നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിജയത്തിനായി പ്രവർത്തിക്കാമെന്നും അതിലൂടെയെല്ലാം തന്നെ അനേകം പേർക്ക് ആശ്വാസമായി മാറുവാൻ കഴിയുന്ന പ്രവർത്തനത്തിന് പങ്കുചേരുമെന്നൊക്കെ വേണം ഏവരെയും പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാം ഇതുവരെ നൽകിയിരിക്കുന്ന എല്ലാ പിന്തുണകളെയും നന്ദിയോടുകൂടി ഓർക്കുകയും തുടർന്നും മുമ്പിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ ഈ പദ്ധതിയിലൂടെയും അല്ലാതെയും എല്ലാം തന്നെ സന്ദർശനങ്ങളായിട്ടോ സഹായങ്ങളായിട്ടോ പിന്തുണകളായിട്ടോ നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള വലിയ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പിലേക്ക് യാത്രയാവുകയാണ്. ഒപ്പം തന്നെ ഈ അഭയഭവൻ സൗഹൃദ സംഘത്തിലേക്ക് ചേർന്നുകൊണ്ട് ഈ വിജയത്തിനായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഏവർക്കും ഇടം നൽകുവാനുള്ള തോന്നണം ആ ഒരു വലിയ ഉദ്യമത്തിലേക്ക് പങ്കുചേരുവാൻ ഏവരെയും പ്രാർത്ഥനാപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് കൈ ചേർത്തുകൊണ്ട് ഈ ഒരു പദ്ധതിയുടെ വിജയത്തിനായി പ്രവർത്തിക്കാം. ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ഇതുവരെയും നൽകിയ എല്ലാ സ്നേഹത്തിനും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു.